വ്യക്തികൾ പരലോകത്തിൽ പോലും വിശ്വാസമില്ലാതെ നിഷേധിക്കുന്ന ഒരു രംഗം വരുന്നു. അതുകൊണ്ടാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞത്, മനസ്സിന്റെ ഉള്ളറകളിലെ രഹസ്യങ്ങൾ അറിയുന്ന ഒരു ദിനം വരാനിരിക്കുന്നുണ്ട്. ആ ദിനത്തിൽ നമുക്ക് കാര്യങ്ങളെ സംബന്ധിച്ച് ബോധ്യപ്പെടുമല്ലോ. ഒരു യാതൊരുവിധ വെറുപ്പോ അല്ലെങ്കിൽ വിദ്വേഷമോ ഉണ്ടാകുന്നത് കൊണ്ടല്ല സഹോദരന്മാരെ സംസാരിക്കുന്നത്. സ്വന്തത്തിൻ്റെയും സ്വന്തം സമൂഹത്തിൻ്റെയും പരലോക ജീവിതത്തിലുള്ള ആഗ്രഹം കൊണ്ടും ഭയപ്പാട് കൊണ്ടുമാണ് പറയുന്നത്. നോക്കൂ നിങ്ങൾ, എന്താണ് ടെലിഫോണിൽ അദ്ദേഹം സംസാരിച്ചത് എന്ന്. ഒരു പ്രവർത്തകൻ ആദർശത്തിൽ നിന്ന് പോകരുതെന്നാണ് മൂപ്പരുടെ ഏറ്റവും വലിയ ആവശ്യം. അതുകൊണ്ട് നിങ്ങളങ്ങനെ ആ വിഷയത്തിലാണ് പ്രശ്നമെങ്കിൽ ആ ബുക്ക് വരെ മൂപ്പര് പിൻവലിക്കാൻ തയ്യാറാണ്. അല്ല സുല്ലമേ, ആ ബുക്ക് സംഘടനയിലെ തന്നെ ഉറപ്പ് വെക്കാൻ തയ്യാറാണോ? അതന്നെ, ആ ബുക്ക് സലാം സുല്ലമി മാത്രം എഴുതിയതല്ലല്ലോ, യുവത പ്രസിദ്ധീകരിച്ചതാണ്. CP ഉമ്മർ സുല്ലമി അവതാരിക എഴുതിയതാണ്. അപ്പൊ അതിൽ പറഞ്ഞ അഭിപ്രായം സലാം ബുക്ക് പിൻവലിക്കാറില്ലേ? അതന്നെ അപ്പൊ സലാം സുല്ലമിന്റെ മാത്രം അഭിപ്രായമായിട്ട് എങ്ങനെ നമ്മൾ കാണാം? അല്ല, ബുക്ക് കാരണമാണ്. ഇതാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള സംസാരം എനിക്ക് കേൾപ്പിക്കാൻ കഴിയൂല. കാരണം അത് സ്വരം മാറിയിട്ട് പിന്നെ എടാ പോടാ എന്നുള്ള രൂപത്തിൽ ഉള്ള ഒരു സംസാരമാണ്. അതുകൊണ്ട് എനിക്കിത് കേൾപ്പിക്കാൻ കഴിയൂല. വേദനയുണ്ട് കേൾപ്പിക്കുന്നതിൽ. അപ്പൊ എന്താ ഇതിൽ പറഞ്ഞത്? ഒരു പ്രവർത്തകൻ സ്വന്തം ഗ്രൂപ്പിൽ നിന്ന് പോകാതെ തിരിച്ച് അതിന്റെ നേതൃത്വത്തിൽ തന്നെ ഉറച്ചു നിൽക്കാൻ തയ്യാറാണ് എന്ന് ഉറപ്പ് തന്നാൽ ഈ ബുക്ക് പിൻവലിക്കുവാൻ അദ്ദേഹം തയ്യാറാണ് എന്നാ പറയുന്നത്. നിങ്ങൾ ഓരോരുത്തരും നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയും. ഓരോ മടവൂർ വിഭാഗത്തിലെ സുഹൃത്തുക്കളും നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ചോദിക്കും, ഈ പറഞ്ഞതിൽ വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ സത്യസന്ധമായ കാര്യം പറഞ്ഞുകൊണ്ടാണ് വിശദീകരിച്ചത് എങ്കിൽ ഒന്നല്ല 10,000 പ്രവർത്തകർ സംഘടനയിൽ നിന്ന് പോയാലും ഈ സത്യം പിൻവലിക്കാൻ തയ്യാറാവോ? മുജാഹിദ് പ്രസ്ഥാനം അങ്ങനെയാണോ ആദർശത്തെ മനസ്സിലാക്കിയിട്ടുള്ളത്? ആദർശത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കാൻ പോലും തയ്യാറുള്ളവരാണ് മുജാഹിദുകൾ. അതുകൊണ്ടാണല്ലോ നമ്മുടെ കൂട്ടത്തിലെ എത്ര പ്രവർത്തകർ അന്ധവിശ്വാസത്തിൽ നിന്നും അനാചാരത്തിൽ നിന്നും തൗഹീദിന്റെ പ്രകാശത്തിലേക്ക് വന്നപ്പോൾ അവർ സ്വന്തം വീട്ടിൽ നിന്ന് ആട്ടിയിറക്കപ്പെട്ടു, മഹലിൽ നിന്നും അവർ ബഹിഷ്കരിക്കപ്പെട്ടു, സ്വന്തം കുട്ടികളെ മദ്രസകളിൽ നിന്ന് പ്രവേശിപ്പിക്കാതെയായി. അതൊക്കെ ഉണ്ടായപ്പോൾ എല്ലാം സഹിച്ചുകൊണ്ട് എന്നാലും ആദർശത്തിൽ വിട്ടുവീഴ്ച ചെയ്യുകയില്ല എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി അതിൽ തന്നെ പിടിച്ചു നിന്നത്. ഇപ്പൊ നോക്കി നിങ്ങൾ, ഒരു പ്രവർത്തകൻ ഗ്രൂപ്പിൽ നിന്ന് പോകില്ല എന്ന് ഉറപ്പ് കൊടുത്താൽ ഈ ബുക്ക് പിൻവലിക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ വായിച്ച CP ഉമ്മർ സുല്ലമിയുടെ വാചകം എവിടെ എത്തി? ഈ ബുക്ക് പ്രസാധകർക്ക് സമർപ്പിച്ച യുവതയുടെ വാക്ക് എവിടെ എത്തി? ഈ പുസ്തകത്തിൽ പറഞ്ഞ ഒരുപാട് ആയത്തുകൾ, ഒരുപാട് ഹദീസുകൾ, ഒരുപാട് പണ്ഡിതന്മാരുടെ ഉദ്ധരണികൾ, ഇതൊക്കെ സത്യസന്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ടല്ലേ, എന്ന് വിശ്വസിച്ചുകൊണ്ടല്ലേ ഈ ആളുകൾ ഇതൊക്കെ വായിച്ചത്. ഇതിന്റെ പ്രത്യേകത എന്താ നിങ്ങൾ? ഈ വിഷയത്തിൽ ഏതെങ്കിലും ഒരു സാധാരണക്കാരനായ മടവൂർ വിഭാഗത്തിലെ സുഹൃത്ത് സംസാരിക്കുന്നുവെങ്കിൽ അയാൾക്ക് സംസാരിക്കാനുള്ള ഊർജവും ആവേശവും വിജ്ഞാനവും അയാൾ കരസ്ഥമാക്കിയിരിക്കുന്നത് ഈ ബുക്കിൽ നിന്നാണ്. അപ്പോ ഈ ബുക്ക് പിൻവലിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു, അതിന് തയ്യാറാണ് എന്ന്. ഞാൻ ഉറച്ച് എൻ്റെ ശരീരമാകെ വിറച്ചുപോയി. കാരണം ആ രൂപത്തിലുള്ള സംസാരമായിരുന്നു കേൾക്കാൻ. ഒരു മുജാഹിദിന് ഒരിക്കലും ജീവിതത്തിൽ കേൾക്കാൻ പാടില്ലാത്ത ഒന്ന്. ഞാനിത് പറയുന്നത് സഹോദരന്മാരെ യാതൊരുവിധ വിദ്വേഷത്തിന്റെയും അടിസ്ഥാനത്തിലല്ല. അപ്പൊ പിന്നെ ഒരു പുസ്തക കച്ചവടം എന്ന നിലക്കാണോ ഈ പുസ്തകം ഇറക്കിയിരുന്നത്? അതല്ല, തെറ്റായ ഒരു ആദർശം പ്രചരിപ്പിച്ച് സ്വന്തം അണികൾക്കിടയിൽ അത് വേണ്ടത്ര യേശുകയില്ല എന്ന് കണ്ടാൽ അത് അപ്പോൾ ഇങ്ങോട്ട് പിൻവലിക്കാം എന്ന മാനദണ്ഡത്തിലാണോ ദീൻ പ്രചരിപ്പിക്കുന്നത്? സാധാരണഗതിയിൽ നമ്മളൊക്കെ പറയാറുണ്ടല്ലോ, ചെരുപ്പിനൊപ്പിച്ച് കാല് മുറിക്കുക എന്ന്. ആ അവസ്ഥയല്ലേ ദീനിന്റെ വിഷയത്തിൽ? സംഘടനയുടെ കെട്ടുറപ്പിന് വേണ്ടിയിട്ട് ദീനിന്റെ വിഷയങ്ങൾ വേണമെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരാം എന്നുള്ള ഒരു അവസ്ഥയിലേക്കല്ലേ സഹോദരന്മാരെ ഈ പണ്ഡിതന്മാർ ഈ സമൂഹത്തെ കൊണ്ടുപോകുന്നത്? ഞാൻ എൻ്റെ ബഹുമാന്യനായ ആശിംകയോട് പലപ്പോഴും പറയാറുള്ളൊരു വാക്കുണ്ട്,
ഈ അബദ്ധങ്ങളൊക്കെ ഇങ്ങനെ കണ്ട് സൂചിപ്പിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറയും, ആശിംക, ഒരു സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്ന പണ്ഡിതന്മാർ ആ സമൂഹത്തെ സത്യത്തിലേക്ക് നയിക്കുന്ന നേതൃത്വമാണ് വേണ്ടത്. എന്നാൽ നമ്മുടെ നേതൃത്വം ഇപ്പോൾ അണികളാൽ തിരുത്തപ്പെടുന്ന നേതൃത്വമായി മാറുന്നു. ശബാബിൽ വരുന്ന, പുടവയിൽ വരുന്ന, പ്രസംഗങ്ങളുടെ സീഡുകളിൽ വരുന്ന അബദ്ധങ്ങൾ ഏതെങ്കിലും ഒരു സാധാരണ പ്രവർത്തകൻ റൂമിലിരുന്ന് ഒറ്റക്ക് കേൾക്കുമ്പോൾ വേറെ ഏതെങ്കിലും പ്രസംഗത്തിൽ കേട്ട് പഠിച്ച ഒരു ആയത്തിനോ ഹദീസിനോ എതിരാണ് ഈ വാചകം എന്ന് കാണുമ്പോൾ ഇത് തെറ്റല്ലേ എന്ന് ചിന്തിക്കുകയും അത് നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ അത് തെറ്റാണ്, അത് നമുക്ക് തിരുത്താം എന്ന് പറയുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്കാണ് എങ്കിൽ പിന്നെ എന്തിനാണ് സഹോദരന്മാരെ അങ്ങനത്തെ ഒരു നേതൃത്വത്തിന്റെ കീഴിൽ ഒരു പ്രസ്ഥാനത്തിന്റെ, അതും ഒരു തൗഹീദ് പ്രബോധനം ചെയ്യുന്ന സത്യപ്രസ്ഥാനം, ഒരു ആദർശം പ്രചരിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ പിന്നിൽ നിന്നുകൊണ്ട് ഏതൊരു മാനദണ്ഡത്തിലാണ് നമ്മൾ പ്രവർത്തിക്കുക? വിഷയങ്ങളെ കൃത്യമായി മനസ്സിലാക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾ ചിന്തിക്കുക. എൻ്റെ വാക്കുകൾ കേട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ തീരുമാനമെടുക്കണമെന്നില്ല. വരും വർഷങ്ങളിൽ അതിൻ്റെ കൂടെ പ്രവർത്തിച്ചുകൊണ്ട് തന്നെ വിലയിരുത്തുക. ഓരോ ലേഖനങ്ങളിലും പറയുന്ന, ഓരോ പ്രഭാഷണ സീഡികളിലും പറയുന്ന കാര്യങ്ങളെക്കുറിച്ച്. അപ്പോൾ ഈ രൂപത്തിലുള്ള പ്രവർത്തനമൊക്കെ നമ്മൾ നടത്തുമ്പോൾ നടത്തുന്നതിനെയാണ് സ്വാഭാവികമായിട്ടും ഇത് ജനങ്ങളിലേക്ക് ശ്രദ്ധയിൽ വന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ ഇത് വിമർശനത്തിന് വിധേയമാകുന്നത്. സഹോദരന്മാരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. എനിക്ക് ഇനിയും ചില സംഗതികളൊക്കെ പറയാനുണ്ട്, പക്ഷേ ഇനിയും ഞാൻ പറഞ്ഞാൽ അത് വൈകും. തീർച്ചയായും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യക്തിപരമായിട്ട്, അഥവാ എൻ്റെ നിലപാടുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതല്ല ഈ വിഷയത്തിലുമായി ബന്ധപ്പെട്ടുകൊണ്ടും എന്തെങ്കിലും സംശയങ്ങളുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് തിരുത്താവുന്നതാണ്. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ, അതല്ലെങ്കിൽ അതും ഒരു പ്രചരണത്തിന് കാരണമാകും. ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, സലാം സുല്ലമിയുടെ ബൈക്കിന്റെ ഫത്വയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഫത്വയെ എനിക്ക് ഈ കത്തയച്ച ഗുണകാംക്ഷി എന്ന് പറയുന്ന സുഹൃത്ത് അതിനെ ന്യായീകരിച്ചുകൊണ്ട് വീണ്ടും ചില വാചകങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് ഒരു അന്യ സ്ത്രീയെ അന്യപുരുഷന്റെ പിന്നിൽ നിന്നുകൊണ്ട് ബൈക്കിൽ യാത്ര ചെയ്യാമെന്നതിന് ആ സഹോദരൻ കണ്ടെത്തിയ തെളിവെന്താരങ്ങൾ, ഒരു യുദ്ധത്തിൽ സഫ്വാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഒട്ടകപ്പുറത്ത് ആയിഷ ബീവി മദീന വരെ യാത്ര ചെയ്തില്ലേ? ആ സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ? എന്താണ് അതെന്ന്? മോട്ടോർ സൈക്കിളിൽ എങ്ങനെ പോകുമ്പോൾ എങ്ങനെ ഉണ്ടാവും? അപ്പോൾ ഉന്തിക്കൊണ്ടാവാൻ പോലും സാധിക്കൂലല്ലോ സുഹൃത്തുക്കളെ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടാതെ. അപ്പൊ ഇതാണ് ഒരു പ്രത്യേകമായ കോണിൽ ചിന്ത വെച്ചുകൊണ്ട് പ്രവാചകന്റെ കാലത്ത് നടന്ന ഹദീസുകളെയും സംഭവങ്ങളെയും അതിലേക്ക് മാറ്റുരച്ചുകൊണ്ടിരിക്കുന്ന, എന്തിനാണ് ഈ രൂപത്തിലുള്ള ഒരു വ്യാഖ്യാനം? ഇങ്ങനൊരു സംഘടന നിലനിർത്തിയിട്ട് എന്ത് പ്രയോജനമാണ് കിട്ടുന്നത്? വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഈ ലഘുലേഖയിലുമുണ്ട് വ്യാഖ്യാനിച്ചിട്ട്. ഇതിലൊരു മാറ്റം ഞാൻ കാണുന്നുണ്ട്. അതെന്താ മാറ്റം കാര്യങ്ങൾ? ഈ ബുക്കിൽ പറയാത്ത, ഈ ബുക്കിൽ അവസാനത്തെ ഒരു അധ്യായത്തെ പരാമർശിച്ചുകൊണ്ട് ഞാനൊരു ലഘുലേഖ തയ്യാറാക്കിയിരുന്നു. ആ ലഘുലേഖയെ ന്യായീകരിച്ചുകൊണ്ട് എനിക്കില്ലാത്ത, മുജാഹിദ് പ്രസ്ഥാനത്തിനില്ലാത്ത ഒട്ടേറെ വാദങ്ങൾ എൻ്റെ മേലുണ്ട് എന്ന് വരുത്തി തീർത്തുകൊണ്ട് ബഹുമാന്യനായ എൻ്റെ സുഹൃത്ത് മൻസൂർ അലി ചെമ്മാട് എനിക്കൊരു കത്തയച്ചിരുന്നു, ഒരു ലേഖനം. എല്ലാവർക്കും അയച്ചിട്ടുണ്ട്. ആ ലേഖനത്തിൽ പോലും പറയാത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഹദീസിൽ ഒരു മാറ്റം ഈ ഗുണകാംക്ഷിയായ വ്യക്തിയുടെ ലേഖനത്തിൽ കാണാൻ കഴിയും. അതൊരു മാറ്റമാണ്, ഒരു ശുഭസൂചനയാണത്. ഇനിയും നമുക്കങ്ങനെ മാറ്റങ്ങൾ കാണാം. പക്ഷെ ആ മാറ്റങ്ങൾ ഒരുപാട് വിയർപ്പിന്റെ ഫലത്താൽ ഉണ്ടായതാണ് എന്നതാണ് സങ്കടകരം. അങ്ങനെയല്ലല്ലോ ദീനുണ്ടാവേണ്ടത്, അങ്ങനെയല്ലല്ലോ മതം പഠിപ്പിക്കപ്പെടേണ്ടത്. മതം എന്നത് പ്രമാണങ്ങൾക്ക് അടിസ്ഥാനമാക്കിക്കൊണ്ട് ജനങ്ങളെ സത്യത്തിന്റെ പാന്താവിലേക്ക് നയിക്കുന്ന പണ്ഡിതന്മാരാൽ പ്രബോധനം ചെയ്യപ്പെടുന്ന ഒന്നല്ലേ ഒരു ഇസ്ലാഹി പ്രസ്ഥാനം പോലത്തെയുള്ള ഒരു സംഘടനയാവേണ്ടത്? നോക്കൂ നിങ്ങൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നു, ഒന്ന്, അള്ളാഹുവിന്റെ നിഷ്കളങ്കരായ ദാസന്മാരെ ഉപദ്രവിക്കാൻ പിശാചിന് സാധ്യമല്ല. 15-ാമത്തെ അധ്യായം 40, 41, 42. എനിക്കത് ഇവിടെ വിശദീകരിക്കാൻ സമയമില്ല. ഖുർആനിൽ ഈ അർത്ഥത്തിലുള്ള ഒരായത്ത് ഇല്ല. ഈ അർത്ഥത്തിലുള്ള ഒരായത്തില്ല. നിങ്ങൾ അമാനി മൗലവിന്റെയോ ചെറിയ മുണ്ടത്തിന്റെയോ ഒക്കെ ഖുർആൻ പരിഭാഷ അതിന്റെ അർത്ഥം കൊടുത്തത് പരിശോധിച്ച് നോക്കി. ആ രൂപത്തിൽ പറഞ്ഞെങ്കിലേ
ഈ വിഷയം ജനങ്ങളുടെ ഹൃദയത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയാണെന്ത്, യഹൂദികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലക്ക് മുകളിൽ കല്ലിട്ട് വധിക്കാനും വിഷം പുരട്ടിയ മാംസം കഴിപ്പിച്ച് വകവരുത്താനും ശ്രമിച്ചു പരാജയപ്പെട്ടപ്പോൾ ലബീദ് എന്ന ജൂതൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സിഹ്ർ ചെയ്ത് വഴികേടിലാക്കാൻ സാധിക്കുമോ എന്ന് പരീക്ഷിച്ചിരിക്കാം. എന്താ പറഞ്ഞത്? നബിനെ വഴികേടിലാക്കാനേ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വലാലത്തിലേക്ക് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഇഗ്വായിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ലബീദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്ർ ചെയ്തത് എന്ന്. ലോകത്ത് ഒരു മനുഷ്യനും ഇങ്ങനൊരു വാദം പറഞ്ഞിട്ടില്ല. അള്ളാഹുവിന്റെ റസൂലിനെ ഇഗ്വായിലാക്കാനോ വലാലത്തിലാക്കാനോ ഒരു മനുഷ്യനും സാധ്യമല്ല. ലബീദ് എന്നല്ല, ഒരു മനുഷ്യനും, പിശാചിന് പോലും സാധ്യമല്ല. അതാണ് ഖുർആൻ പറഞ്ഞത്, ഇല്ലാ ഇബാദക്കൽ മുഖ്ലസീൻ എന്ന് പറഞ്ഞത്. എന്റെ യഥാർത്ഥ ദാസന്മാരെ വഴിപിഴപ്പിക്കാൻ സാധ്യമല്ല. ഇബ്നു കസീറിന്റെ പരിഭാഷ എടുത്ത് പരിശോധിച്ച് നോക്കി, ഇമാം സൗരിയുടെ അഭിപ്രായം അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അതായത് തെറ്റ് ചെയ്യൂല എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം, പിശാചിന്റെ ഒരു പ്രേരണക്കും ഒരു മുത്തഖിയായ മനുഷ്യൻ വശംവദനാവുകയില്ല എന്നുമല്ല പറഞ്ഞതിന്റെ അർത്ഥം. തൗബ ചെയ്ത് മടങ്ങാൻ കഴിയാത്ത വിധം വഴിപിഴപ്പിക്കുവാൻ ഒരു മുത്തഖിയായ മനുഷ്യനെ, ഒരു മുഖ്ലിസായ മനുഷ്യനെ പിശാചിന് സാധ്യമല്ല എന്നാണ് ആയത്തിന്റെ വിശദീകരണം. അതാണ് നമ്മൾ പറയുന്നത്, എന്ത്? പ്രമാണങ്ങൾ സ്വീകരിക്കാൻ, പ്രമാണങ്ങൾ മനസ്സിലാക്കാൻ സലഫുസ്സാലിഹീങ്ങളുടെ മാർഗം സ്വീകരിക്കണം എന്ന് പറഞ്ഞത്. ഇപ്പൊ മനസ്സിലായില്ലേ ഏത് വിഷയത്തിലാണ് വ്യതിയാനം സംഭവിക്കുന്നത് എന്ന്? എന്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കി. എന്നിട്ട് അപ്പൊ ഇത് എന്താ പറഞ്ഞത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വഴികേടിലാക്കാൻ സാധിക്കുമോ എന്ന് പരീക്ഷിച്ചിരിക്കാം. എന്നാൽ ലബീദിന്റെ സിഹർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തന്റെ റിസാലത്ത് പൂർത്തീകരിക്കുന്നതിന് തടസ്സമാവും വിധം ഏറ്റിയിട്ടില്ലെന്ന് വിശ്വസിക്കുന്നതല്ലേ ഉത്തമം. അതന്നല്ലേ നമ്മളൊക്കെ വിശ്വസിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിനെ അത് ഒരിക്കലും ബാധിച്ചിട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിനെ ഒരു നിലക്കും ഒരു റിപ്പോർട്ട് പോലും ഖുർആനിലോ ഹദീസിലോ ഈ കാലഘട്ടത്തിൽ പ്രവാചകൻ പഠിപ്പിച്ച ഒരു ദീനിന്റെ കൽപ്പന അത് തെറ്റായി എന്നതിനോ തെറ്റായി എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഇനിയോ തെറ്റിയാൽ അത് ഖുർആൻ തിരുത്തും. അങ്ങനെ തിരുത്തിയ അനുഭവമാണ് ഖുർആനിലുള്ളത്. ഇനി ഞാൻ അടക്കൊന്ന് ചോദിക്കട്ടെ, സാധാരണഗതിയിൽ ഒരു പക്ഷേ ഈ വേദിയിലിരിക്കുന്ന ആളുകളും മനസ്സിലാക്കിയിരിക്കുക, ചില ആളുകളൊക്കെ അങ്ങനെയായിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഈ പറയുന്നത് ഇപ്പോഴോ അന്വേഷിച്ചതിന് ശേഷമോ തിരുത്താം. തിരുത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. തിരുത്തേണമെങ്കിൽ ലബീദ് എന്ന് പറയുന്ന ജൂതൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചെയ്ത സിഹ്ർ മഊനത്ത് ശൈത്താനോട് കൂടിയാണ്, അഥവാ പിശാചിന്റെ സഹായത്തോടോ കൂടിയാണ് എന്ന് ഉദ്ധരിക്കുന്ന, എന്ന് സ്ഥാപിക്കുന്ന ഏതെങ്കിലും ഒരു റിപ്പോർട്ട് എവിടെയെങ്കിലും കാണിച്ചു തരുവാൻ നമുക്ക് സാധിക്കുമോ? ഇല്ല എന്നതാണ് പരമാർത്ഥം. പരിശോധിക്കും നിങ്ങൾ. ഞാനൊരു എന്തെങ്കിലും പറഞ്ഞു പോകാനല്ല ഉദ്ദേശിക്കുന്നത്. ഞാൻ ഒരുപാട് ആളുകളോട്, പണ്ഡിതന്മാരോട് അന്വേഷിച്ചു. ഈ സൗദിക്കകത്തും സൗദിക്ക് പുറത്തുമുള്ള പണ്ഡിതന്മാരോട് അന്വേഷിച്ചു. ഒരു പണ്ഡിതനും ഈ ഹദീസ് അംഗീകരിച്ച്, അതിൽ പറഞ്ഞ വസ്തുത അംഗീകരിച്ച്, അതിൽ പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിച്ച്, അത് മുഴുവനും സത്യമാണ് എന്ന് വിശ്വസിച്ച്, എന്നാൽ ഒരാളും മഊനത്ത് ശൈത്താനോട് കൂടിയാണ് ലബീദ് ആ പ്രവർത്തനം ചെയ്തത് എന്ന് സ്ഥാപിക്കുന്ന വാചകം കാണാൻ സാധ്യമല്ല. എന്നാൽ അതിനെതിരായി കാണാൻ കഴിയും. അതിനെതിരായിട്ടുള്ള ഉദ്ധരണികളും അഭിപ്രായങ്ങളും തഫ്സീറുകളിലും മറ്റ് ഗ്രന്ഥങ്ങളിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയും ചെയ്യും. ഞാൻ ഇത് പറയുന്ന എന്തിനാ? നിങ്ങൾ ഈ പുസ്തകത്തിൽ ആദ്യ